ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിവിടെ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപമാണ്. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനം ഭാവാർത്ഥം നൽകിയിട്ടുള്ള ഭഗവത്ഗീത ഈ യഥാരൂപത്തിലെ ഓരോ അധ്യായങ്ങൾ നമ്മൾ ഒന്ന് ഓടിച്ചു നോക്കുകയാണ്. ഓരോ അധ്യായത്തിലും ഭഗവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ 1, 2, 3, 4 അധ്യായങ്ങൾ അവലോകനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ അധ്യായത്തിൽ അർജുനൻ കുരുക്ഷേത്രത്തിൽ വെച്ച് ഇരു സൈന്യങ്ങളെയും നോക്കിയ സമയത്ത് അർജുനനുണ്ടായ ഭാവമാറ്റം, കൃപയാ പരയാവിഷ്ടോ വിഷീതന്നിതം അപ്രവീത. അദ്ദേഹത്തിന് ചുറ്റുപാടും കാണുന്നത് സ്വജനങ്ങളെയാണ്. ആ സ്വജനങ്ങളോട് കൃപയുണ്ടായി. അതുകൊണ്ട് അദ്ദേഹം യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യാതിരിക്കാൻ ഒരുപാട് കാരണങ്ങൾ നിരത്തി. രണ്ടാമത്തെ അധ്യായത്തിൽ അർജുനൻ പൂർണ്ണമായിട്ടും തീരുമാനമെടുക്കാൻ സാധിക്കാതെ ഭഗവാന് മുന്നിൽ ശിഷ്യനായിട്ട് ഭഗവാനെ ഗുരുവായിട്ട് സ്വീകരിച്ചു. തന്നെ നേരായ മാർഗത്തിൽ നയിക്കണമെന്നും തനിക്ക് യഥാർത്ഥ ബുദ്ധി ഉപദേശിച്ചു തരണമെന്നും തന്റെ ശ്രേയസ്സിനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണമെന്നും അർജുനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഭഗവാൻ ഗുരുവിന്റെ സ്ഥാനം ഏറ്റെടുത്ത് അർജുനന് ആത്മതത്വം ഉപദേശിച്ചു. ശരീരവും ജീവാത്മാവും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ശരീരം നശിച്ചു കഴിഞ്ഞാലും ഒരിക്കലും ജീവാത്മാവ് ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് യുദ്ധം ചെയ്യുന്നതിൽ നിന്ന് നീ പിന്മാറേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. കർമ്മയോഗം അനുസരിച്ചും ക്ഷത്രിയനായതുകൊണ്ട് നീ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നീട് ബുദ്ധിയോഗം ഉപദേശിച്ചു. പരമാത്മാവിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആത്മീയമായിട്ടുള്ള സ്ഥിതിയിൽ നിൽക്കാൻ സാധിക്കും. അതിന് ഇന്ദ്രിയ നിയന്ത്രണം വേണമെന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത അധ്യായത്തിൽ, മൂന്നാമത്തെ അധ്യായത്തിൽ, ഉദ്യോഗത്തിനാണ് കൂടുതൽ പ്രാധാന്യമെങ്കിൽ, ഇന്ദ്രിയ നിയന്ത്രണത്തിനാണ് കൂടുതൽ പ്രാധാന്യമെങ്കിൽ എന്തിനാണ് ഞാൻ ഈ വലിയ യുദ്ധം ചെയ്യുന്നത് എന്ന് അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തിനാണ് ഈ ഘോരമായിട്ടുള്ള കർമ്മം ചെയ്യുന്നത്? ഞാൻ ഇന്ദ്രിയ നിയന്ത്രണം ചെയ്ത് ധ്യാനിച്ചിരുന്നാൽ പോരെ എന്ന് അർജുനനൊരു സംശയമുണ്ടായി. അപ്പോൾ ഭഗവാൻ കർമ്മത്തിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുത്തു. ജീവാത്മാവിന് ഒരിക്കലും കർമ്മം ഉപേക്ഷിക്കാൻ സാധിക്കില്ല. കർമ്മം ഉപേക്ഷിക്കുകയല്ല വേണ്ടത്, ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യുകയാണ് വേണ്ടത് എന്ന് ഭഗവാൻ മൂന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന. അധ്യായത്തിന്റെ അവസാനത്തിൽ അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെല്ലാം അറിഞ്ഞിട്ടും, ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ടും, യജ്ഞകർമ്മങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ടും, ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന കർമ്മങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ടും, ഭഗവാന്റെ ഭക്തിയുത സേവനത്തിനെ കുറിച്ച് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ജനങ്ങൾക്ക് അതിൽ പൂർണ്ണമായിട്ടും ഏർപ്പെടാൻ സാധിക്കുന്നില്ല? അവർ വീണ്ടും തെറ്റായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു, പാപകരമായിട്ടുള്ള കർമ്മങ്ങളിലേക്ക് വീണ്ടും വീണ്ടു പോകുന്നു. അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ച സമയത്ത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാമമാണ് അതിനെല്ലാം കാരണം. ഇന്ദ്രിയ തൃപ്തിക്കുള്ള ആഗ്രഹമാണ് ഒരു വ്യക്തിയെ തെറ്റായിട്ടുള്ള വഴിയിലേക്ക് നയിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാമത്തിനെ എങ്ങനെയാണ് ജയിക്കേണ്ടത് എന്നും ഭഗവാൻ പറഞ്ഞു. ഏവം ബുദ്ധേ പരം ബുദ്ധ സംതഭ്യാത്മാനമാത്മന ജഹി ശത്രു മഹാബാഹോ കാമരൂപം ദുരാസതം. ഒരിക്കലും ജയിക്കാൻ സാധിക്കാത്ത ആ കാമത്തെ എങ്ങനെ ജയിക്കാം? ബുദ്ധി ഉപയോഗിച്ച്, ബുദ്ധിയിൽ പരമമായിട്ടുള്ള ജ്ഞാനത്തെ സ്വീകരിക്കുക. ഏറ്റവും ഉന്നതമായിട്ടുള്ള ജ്ഞാനത്തെ ബുദ്ധിയിൽ സ്വീകരിക്കുക. ഏറ്റവും ഉന്നതനായിട്ടുള്ള ആരാണ്? പരമപുരുഷനായിട്ടുള്ള ഭഗവാനാണ്. ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധമായിട്ട് തീരും. അങ്ങനെ വിശുദ്ധമായിട്ടുള്ള ഹൃദയത്തിൽ വീണ്ടും കാമത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു.
മൂന്നാമത്തെ അധ്യായം അങ്ങനെയാണ് അവസാനിക്കുന്നത്. ഏവം ബുദ്ധേ പരം ബുദ്ധ സംസ്തഭ്യാത്മാനമാത്മ ജഹി ശത്രു മഹാബാഹോ കാമരൂപം ദുരാസനം. അപ്പോൾ ആ പരമമായിട്ടുള്ള ജ്ഞാനം എങ്ങനെ കിട്ടും? പരമമായിട്ടുള്ള ജ്ഞാനം ഭഗവാൻ തന്നെയാണ് ഉപദേശിക്കുന്നത് എന്ന് 4ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരമമായിട്ടുള്ള ജ്ഞാനം, പരമപുരുഷനെ കുറിച്ചുള്ള ജ്ഞാനം പരമപുരുഷനിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഇമം വിവസ്വതയോഗം പ്രോക്തമാനഹമവ്യം വിവസ്വാൻ മനവേ പ്രാഹ മനു ഇച്ഛാകവേ അബ്രവീത് പറഞ്ഞ് 4ാമത്തെ അധ്യായം ആരംഭിക്കുന്നു. ആ പരമപുരുഷനിൽ നിന്ന് തന്നെ ജ്ഞാനം ആരംഭിക്കുന്നു. അത് ഗുരുപരമ്പരയിലൂടെ മനുഷ്യ സമൂഹത്തിൽ എത്തിച്ചേരുന്നു. ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ ഇതു. പക്ഷേ കാലക്രമേണ മുമ്പ് വിവസ്വാനെ ഉപദേശിച്ചിരുന്ന ജ്ഞാനം നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ അർജുനൻ ഭക്തനായതുകൊണ്ട് ഭഗവാൻ വീണ്ടും അർജുനനെ പുതിയ ശിഷ്യ പരമ്പരയിലെ ആദ്യ കണ്ണിയാക്കാൻ തെരഞ്ഞെടുത്തു. ഭക്തോസിമേ സഖാ ചെയ്തി രഹസ്യം ഹേതദുത്തമ. അതിനുശേഷം ഭഗവാന്റെ ജന്മകർമ്മങ്ങളുടെ രഹസ്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഭഗവാൻ ഒരിക്കലും ജനിക്കേണ്ടാത്തവനാണ്. അജോബിസൻ അഭ്യാത്മാ ഭൂതാനാം ഈശ്വരോബിസൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമി ആത്മമായ. ഞാൻ ഒരിക്കലും ജനിക്കേണ്ടാത്തവനാണ്. പക്ഷേ ഈ ഭൗതിക ലോകത്തിൽ പ്രകൃതിയുടെ പ്രവർത്തനങ്ങളിൽപ്പെട്ട് ഉഴലുന്ന ജീവാത്മാക്കളോടുള്ള കാരുണ്യം കൊണ്ടാണ് ഭഗവാൻ അവതരിക്കുന്നത് എന്ന് പറഞ്ഞു. ഭഗവാൻ അവതരിക്കുന്നതിന്റെ 2 ഉദ്ദേശങ്ങളും ഭഗവാൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരിത്രാണായ സാധുന വിനാശായ ദുഷ്കൃതാണ്. ഭഗവാനെ ശരണം പ്രാപിക്കുന്ന ഭക്തന്മാരെ തിരിച്ച് ഭഗവത് സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നതിനും ഈ ഭൗതിക ലോകത്ത് അധാർമിക പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ദുഷ്കൃതികളെ നിഗ്രഹിക്കുന്നതിനും വേണ്ടിയാണ് ഭഗവാൻ അവതരിക്കുന്നത് എന്ന് ഭഗവാന്റെ അവതാര ഉദ്ദേശം വെളിപ്പെടുത്തി. അതിനായിട്ട് ഭഗവാൻ എല്ലാ യുഗങ്ങളിലും അവതരിക്കുന്നുണ്ട്. ഓരോ യുഗത്തിന്റെയും ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഭഗവാൻ യുഗം തോറും അവതരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കി. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യ എന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ ജന്മകർമ്മങ്ങളുടെ ഈ രഹസ്യം പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ഒരു സാധാരണ ജീവാത്മാവ് ജനിക്കുകയും മരിക്കുകയും പോലെ ചെയ്യുന്നില്ല. അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം ഈ ഭൗതിക ലോകത്തിൽ വരികയാണെന്നും അദ്ദേഹം പരമപുരുഷനായിട്ടുള്ള ഭഗവാനാണെന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീതമാണെന്നും ആരാണോ മനസ്സിലാക്കുന്നത് ആ വ്യക്തിക്ക് പിന്നീട് പുനർജന്മമില്ല എന്നും ഭഗവാൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ജന്മകർമ്മചമേ ദിവ്യം ഏവം യോവേത്തി തത്വതഃ തിക്വാ ദേഹം പുനർജന്മനേതി മാമേതി ചോർജന എന്ന് ഭഗവാൻ പ്രഖ്യാപിച്ചു. ആ ജ്ഞാനം ആർജിക്കുന്നത് എങ്ങനെയാണ്? വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ആ ജ്ഞാനത്തിലേക്ക് എത്താൻ സാധിക്കും. ഒരു വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? ബഹുനാം ജ്ഞാനതപസാ ഭൂതാമദ്ഭാവമാകത. ഹൃദയത്തിൽ ശുദ്ധി കൈവരിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ പരമപുരുഷനെ കുറിച്ചുള്ള ജ്ഞാനം സ്വീകരിക്കാനുള്ള കഴിവുണ്ടാവുകയുള്ളൂ. അതിന് ഒരുപാട് ജന്മങ്ങളിലെ ജ്ഞാനത്തിന്റെയും തപസ്സിന്റെയും ശുദ്ധീകരണ പ്രക്രിയ ആവശ്യമാണ്. ആ ശുദ്ധീകരണ പ്രക്രിയക്ക് സഹായിക്കുന്ന യജ്ഞങ്ങളെ കുറിച്ചാണ് പിന്നീട് ഭഗവാൻ പറഞ്ഞത്. വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങൾ ആത്മശുദ്ധീകരണത്തിനായിട്ട് ഭക്തന്മാർ അല്ലെങ്കിൽ തപസ്വികൾ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. ജ്ഞാനയജ്ഞ, തപോയജ്ഞ, യോഗയജ്ഞ, സ്തഥാപനെ, സ്വാധ്യായ ജ്ഞാനയജ്ഞ, വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങൾ. തപസ് ചെയ്യുന്ന ആളുകളുണ്ട്, സ്വാധ്യായം ചെയ്യുന്ന ആളുകളുണ്ട്, വേദങ്ങൾ പഠിക്കുന്ന ഉരുവിട്ട് പഠിക്കുന്ന ആളുകളുണ്ട്, പ്രാണായാമം ചെയ്യുന്നവരുണ്ട്, അഷ്ടാംഗ യോഗ പദ്ധതി അനുസരിക്കുന്നവരുണ്ട്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത തരത്തിൽ ആത്മശുദ്ധിക്ക് വേണ്ടി പ്രവർത്തിച്ച് ആ ആത്മാവിന് ശുദ്ധി ഉണ്ടാകുന്ന സമയത്താണ് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം സ്വീകരിക്കാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി മറ്റൊരു വഴിക്കും ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം സ്വീകരിക്കാം. അതെങ്ങനെയാണ്? ഒരു ശരിയായിട്ടുള്ള ആധ്യാത്മിക ഗുരുവിനെ സമീപിച്ചുകൊണ്ട് ഭഗവാനെ കുറിച്ചുള്ള തത്വം അറിയുന്ന ജ്ഞാനിന തത്വദർശിന ഗുരുപരമ്പരയിൽ നിന്ന് കേട്ട് ഭഗവാന്റെ തത്വം മനസ്സിലാക്കിയ അത് ബോധ്യപ്പെട്ട ഒരു ഗുരുവിനെ സമീപിച്ച് ആ ഗുരുവിനെ സേവിക്കുന്നതിലൂടെയും
ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം സ്വീകരിക്കാൻ സാധിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ കുറിച്ച് അറിയുന്ന വ്യക്തികളിൽ നിന്ന് നമ്മൾക്ക് നേരിട്ട് ജ്ഞാനം സ്വീകരിക്കാൻ സാധിക്കും. അങ്ങനെ ഏതൊരു വ്യക്തിയാണോ ജ്ഞാനം സ്വീകരിച്ചിട്ടുള്ളത്, ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം സ്വീകരിച്ചിട്ടുള്ളത്, ആ വ്യക്തിക്ക് വീണ്ടും മായയിൽ പെടേണ്ട ആവശ്യമില്ല. ആ വ്യക്തി ഒരിക്കലും മായയിൽ പെട്ടുപോകുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. മാത്രമല്ല ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനത്താൽ ആ വ്യക്തിയുടെ എല്ലാ പൂർവ്വ കർമ്മദോഷങ്ങളും ഇല്ലാതാകും എന്നും ഭഗവാൻ പറയും. ജ്ഞാനം അത്രയ്ക്കും ശുദ്ധീകരണ ശക്തിയുള്ളതാണ്. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. ജ്ഞാനം ഒരു അഗ്നിയെ പോലെയാണ്, ശുദ്ധീകരണ ശക്തിയുള്ളതാണ്. പൂർവജന്മങ്ങളിലെ എല്ലാ കർമ്മങ്ങളെയും ജ്ഞാനം, ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ഭസ്മമാക്കി കളയും എന്നാണ് പറയുന്നത്. കത്തിച്ച് ഭസ്മമാക്കി കളയും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനത്തെക്കാൾ പരിശുദ്ധമായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല എന്നാണ് ഭഗവാൻ പ്രഖ്യാപിക്കുന്നത്. 38ാമത്തെ ശ്ലോകത്തിൽ നഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യതേ തത്സ്വയം യോഗസംസിദ്ധ കാലേനാത്മനി വിന്ദതി. പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ശുദ്ധീകരണ പ്രക്രിയ. അത് വലിയ തപസ്സൊന്നും കൂടാതെ തന്നെ ഒരു ആത്മീയ ഗുരുവിൽ നിന്ന് ആ ജ്ഞാനം നമ്മൾക്ക് നേടാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതാണ് ഹൃദയശുദ്ധിക്കുള്ള ഏറ്റവും വലിയ, ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം. മറ്റു യജ്ഞങ്ങളെക്കാൾ ഏറ്റവും ഉത്തമമായിട്ടുള്ള യജ്ഞം ജ്ഞാനയജ്ഞമാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വയം യോഗസംസിദ്ധ കാലേനാത്മനി വിന്ദതി. ഭഗവാന് സേവനം ചെയ്യുന്തോറും ഈ ജ്ഞാനം ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായി വരും എന്നും ഭഗവാൻ പറഞ്ഞു. ഭഗവാനെ കുറിച്ച് കേട്ടറിഞ്ഞ് ഭഗവാന് എത്രത്തോളം സേവനം ചെയ്യുന്നു, ഭഗവാനെ കുറിച്ചുള്ള ഭഗവാനോടുള്ള സേവനം എന്താണ്? ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഭഗവാനെ കുറിച്ച് സംസാരിക്കുക, ഭഗവാനെ സ്മരിക്കുക, ഭഗവാനെ ആരാധന ചെയ്യുക, ഭഗവാന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഇങ്ങനെ സേവനം ചെയ്യുന്തോറും ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. തത് സ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി വിന്ദതി എന്ന് പറയും. ഇങ്ങനെ ഏതാണ് ശ്ലോകം പറയുന്നത്? ഇതൊരു ശ്ലോകമല്ല, ഇത് 4ാമത്തെ അധ്യായത്തെ കുറിച്ചാണ് പറയുന്നത്. മത്തച്ഛൻ അങ്ങനെ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം സ്വീകരിച്ച് എല്ലാവിധ സംശയങ്ങളും ഇല്ലാതാക്കണം എന്ന് 4ാമത്തെ അധ്യായത്തിൽ അവസാനത്തെ ഭാഗത്ത് ഭഗവാൻ പറഞ്ഞു. നിനക്കുണ്ടായിട്ടുള്ള എല്ലാ സംശയങ്ങളും ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ മാറും എന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുന്നു. 42ാമത്തെ ശ്ലോകത്തിൽ, 4ാമത്തെ അധ്യായത്തിൽ അവസാനത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, തസ്മാത് അജ്ഞാന സംഭൂതം ഹൃദസ്ഥം ജ്ഞാനാസിനാത്മന ചിത്വനം സംശയം യോഗം ആദിഷ്ടോത്തിഷ്ഠ ഭാരത. ഇങ്ങനെ അജ്ഞാനത്തിൽ നിന്നുണ്ടായിട്ടുള്ള സംശയങ്ങൾ ഭഗവാൻ പറയുന്നത്. അപ്പോൾ അർജുനന് മറ്റൊരു സംശയം ഉണ്ടായി. എന്താണ് അർജുനനുണ്ടായ സംശയം? ഭഗവാൻ വീണ്ടും ജ്ഞാനത്തിന്റെ പ്രാധാന്യം പറഞ്ഞു അല്ലെ? ഭഗവാൻ ജ്ഞാനം സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം പറഞ്ഞു. 41ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, യോഗ സന്യസ്ത കർമാണം ജ്ഞാന സംഛിന്ന സംശയം ആത്മവന്തം ന കർമാണി നിരുദ്ധന്തി ധനഞ്ജയ. യോഗ സന്യസ്ത കർമാണം, യോഗം സ്വീകരിച്ചുകൊണ്ട്, ഭഗവത് സേവനം സ്വീകരിച്ചുകൊണ്ട് കർമ്മഫലങ്ങളിൽ ആസക്തി ഇല്ലാതായിരിക്കുക. സന്യസ്ത കർമാണം ജ്ഞാന സംഛിന്ന സംശയം, ജ്ഞാനം സ്വീകരിച്ച് എല്ലാവിധ സംശയങ്ങളിൽ നിന്നും മുക്തനാവുക. അപ്പൊ ഇവിടെ അർജുനൻ കേട്ടു, യോഗ സന്യസ്ത കർമാണം, യോഗം സ്വീകരിച്ചുകൊണ്ട്, ഭഗവാന്റെ ഭക്തി സ്വീകരിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളിൽ നിന്നും മുക്തനാവുക എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ വീണ്ടും കർമ്മങ്ങളിൽ നിന്നും മുക്തനാകാനും ജ്ഞാനം സ്വീകരിക്കുവാനും ഭഗവാൻ പറഞ്ഞ സമയത്ത് അർജുനന് വീണ്ടും സംശയമുണ്ടായി. നേരത്തെ ഭഗവാൻ പറഞ്ഞു ഒരിക്കലും കർമ്മത്തെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ പറയുന്നു
സന്യസ്ത കർമാണ്, കർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കുക, ജ്ഞാനം സ്വീകരിക്കുക എന്ന് പറയും. അപ്പോൾ വീണ്ടും അർജുനന് സംശയമുണ്ടായി. അർജുനന് സംശയം ഉണ്ടാകാൻ കാരണം എന്താണ്? അർജുനൻ വിചാരിച്ചത് ജ്ഞാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ കർമ്മമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. സാധാരണഗതിയിൽ ആളുകൾ അതാണ് വിചാരിക്കുന്നത്. ഭഗവാനെ കുറിച്ച് ജ്ഞാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഒന്നും ചെയ്യില്ല, വെറുതെ ഏതെങ്കിലും ഒരു ഗുഹയിൽ പോയിട്ട് ധ്യാനിച്ചിരിക്കുക മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കർമ്മവും ചെയ്യാൻ മുക്തനായിട്ടുള്ള ഒരു വ്യക്തിക്ക് സാധിക്കില്ല എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. മുക്തനായി കഴിഞ്ഞാൽ പിന്നെ കർമ്മമൊന്നുമില്ല എന്നാണ് സാധാരണ ജനങ്ങളെ പോലെ അർജുനനും വിചാരിച്ചത്. അപ്പോൾ അർജുനൻ ചോദിക്കുന്നുണ്ട്, അങ്ങ് ഭഗവാന്റെ സേവന കർമ്മം സ്വീകരിക്കാനും പറയുന്നുണ്ട്, കർമ്മത്തെ സന്യസിക്കാനും പറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കർമ്മം ഉപേക്ഷിക്കണമെന്നാണോ അങ്ങ് പറയുന്നത്, അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം സ്വീകരിക്കണമെന്നാണോ അങ്ങ് പറയുന്നത്? ഏതാണ് ശ്രേയസ്കരം? എന്താണ് ഞാൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരും എന്ന് അർജുനൻ പറയുന്നു. അപ്പൊ അർജുനന്റെ ചോദ്യം ഒരു തെറ്റിദ്ധാരണയിൽ നിന്നാണ്. അർജുനൻ വിചാരിച്ചത് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം സ്വീകരിച്ച് മുക്തനായി കഴിഞ്ഞാൽ പിന്നെ കർമ്മമൊന്നും ചെയ്യാനില്ല, പിന്നെ മുക്തനായി കഴിഞ്ഞാൽ കർമ്മമൊന്നും ചെയ്യാനില്ല എന്നാണ് അർജുനൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് അർജുനൻ ചോദിക്കുന്നത്, സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യക്ഷയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. സന്യാസം, കർമ്മത്തിനെ മുഴുവൻ സന്യസിക്കണമെന്ന്, കർമ്മത്തെ മുഴുവൻ ഉപേക്ഷിക്കണമെന്നും പറയുന്നു. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, 41ാമത്തെ ശ്ലോകത്തിൽ യോഗ സന്യസ്ത കർമാണ്, യോഗം സ്വീകരിച്ച് കർമ്മത്തെ സന്യസിക്കുക പറഞ്ഞു. അതിനുശേഷം പുനർയോഗം ശംസിച്ച് യോഗം സ്വീകരിക്കാനും അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തിയുത സേവനം സ്വീകരിക്കാനും പറയുന്നു. ഇതിൽ ഏതാണ് ശ്രേയസ്കരം, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് യശ്രേയ ഏതയോരേകം, ഏതെങ്കിലും ഒന്ന് പറഞ്ഞു തരും എന്നാണ് പറയുന്നത് അല്ലെ. രണ്ടാമത്തെ അധ്യായത്തിൽ ബുദ്ധിയോഗത്തിന് പ്രാധാന്യം പറഞ്ഞു. ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ച് താഴ്ന്ന തരം കർമ്മങ്ങളെ ഉപേക്ഷിക്കുക എന്ന് അവിടെ കേട്ടു. മൂന്നാമത്തെ അധ്യായത്തിൽ കർമ്മം ഉപേക്ഷിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. നാലാമത്തെ അധ്യായത്തിൽ വീണ്ടും ജ്ഞാനത്തിന്റെ പ്രാധാന്യം, ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം സ്വീകരിക്കുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞു. അങ്ങനെ കർമ്മസന്യാസം, കർമ്മങ്ങളെയൊക്കെ സന്യസിക്കുക എന്നും ഭഗവാൻ പറഞ്ഞു. ജ്ഞാനം കൊണ്ട് എല്ലാവിധ സംശയങ്ങളും ഇല്ലാതാക്കുക എന്ന് പറഞ്ഞു. ഇത് കേട്ട സമയത്ത് അർജുനന് സംശയമായി. അതാണ് അർജുനൻ ചോദിക്കുന്നത്, സന്യാസം കർമ്മണാം കൃഷ്ണ, കർമ്മത്തെ ഉപേക്ഷിക്കണമെന്നും അങ്ങ് പറയുന്നു. പുനർയോഗം ച ശംസസി, യോഗം ഭഗവാന്റെ സേവനം സ്വീകരിക്കണമെന്നും പറയുന്നു. ഇതിലേതാണ് ശ്രേയസ്കരം? യത് ശ്രേയ ഏതയോരേകം, ഏതെങ്കിലും ഒന്ന്, ഏതയോരേകം. ഇതിൽ രണ്ടും കൂടി വീണ്ടും വീണ്ടും മിക്സ് ചെയ്ത് പറയാതെ, കൂട്ടിക്കൊഴിച്ച് പറയാതെ, തന്മേ ബ്രൂഹി സുനിശ്ചിതം, ഇതിലേതെങ്കിലും ഒന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരൂ അർജുനൻ പറയുന്നത്. അപ്പോൾ ഭഗവാൻ എന്താണ് പറയുന്നത്? രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ശ്രീ ഭഗവാനോവച സന്യാസ കർമ്മയോഗ നിശ്രേയസകരാവുഭൂ. ഭഗവാൻ പറയുന്നു, രണ്ടും നല്ലത് തന്നെയാണ്. അതായത് കർമ്മഫലങ്ങൾ, ഭഗവാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്താണ്? കർമ്മഫലം ഉപേക്ഷിക്കണമെന്നാണ്. കർമ്മം ഉപേക്ഷിക്കണമെന്നല്ല ഭഗവാൻ ഉദ്ദേശിച്ചത്, കർമ്മഫലങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ്. കർമ്മഫലം ഉപേക്ഷിക്കുന്നതും അതേപോലെ തയോസ്തു കർമ്മസന്യാസ, കർമ്മയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ സേവന കർമ്മങ്ങൾ, ഭഗവാന്റെ സേവന കർമ്മങ്ങൾ ചെയ്യുന്നത് രണ്ടും ശ്രേയസ്കരം തന്നെയാണ്, രണ്ടും നല്ലത് തന്നെയാണ്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ശ്രേയസ്കരം എന്താണ്? തയോസ്തു കർമ്മസന്യാസ കർമ്മയോഗവും വിശിഷ്യത. അതിൽ രണ്ടും എടുക്കുകയാണെങ്കിൽ വെറുതെ കർമ്മം ഉപേക്ഷിക്കുന്നതിനേക്കാൾ, വെറുതെ ഭൗതിക കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നതിനേക്കാൾ ശ്രേയസ്കരം എന്താണ്? കർമ്മസന്യാസ കർമ്മയോഗോ വിശിഷ്യത, കർമ്മയോഗമാണ് കൂടുതൽ ശ്രേയസ്കരം എന്ന് ഭഗവാൻ വ്യക്തമായിട്ട് പറഞ്ഞു. അതായത് വെറുതെ സന്യാസം സ്വീകരിച്ചത് കൊണ്ട് മാത്രം ഏറ്റവും ഉയർന്ന ഗതി ഒരു ജീവാത്മാവിന് കിട്ടുന്നില്ല. ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്താണ്? ഭഗവാന്റെ സേവനം, കർമ്മയോഗം സ്വീകരിക്കുന്നതാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കർമ്മബന്ധങ്ങളിൽ ആഗ്രഹമില്ലാതെ, കർമ്മഫലങ്ങളിൽ ആഗ്രഹമില്ലാതെ പ്രവർത്തിക്കുന്നവനാണ് ഒരു സന്യാസി എന്ന് സന്യാസിയെ കുറിച്ചും പറഞ്ഞു കൊടുക്കും. യഥാർത്ഥ സന്യാസി ആരാണ്? അവിവസ്ത്രം ഉടുത്തത് കൊണ്ട് മാത്രം സന്യാസിയാകുന്നില്ല. അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഭാവം എന്തായിരിക്കണം എന്നിവിടെ 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ജ്ഞേസ നിത്യസന്യാസി യോന ദ്വേഷ്ടി ന കാംക്ഷതി നിർദ്ദന്തോഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യതേ. ആരാണ് യഥാർത്ഥ സന്യാസി? ആരൊക്കാണോ ഈ ഭൗതിക ലോകത്തിൽ ഒന്നിനോടും വെറുപ്പില്ലാത്തത്, ന ദ്വേഷ്ടി, ഒന്നിനോടും ഒരു വെറുപ്പില്ല. കാരണം എന്താണ്? എല്ലാം ഭഗവാന്റേതാണ് എന്ന് ആ വ്യക്തിക്ക് അറിയാം. ന കാംക്ഷതി, അദ്ദേഹത്തിന് ഈ ഭൗതിക ലോകത്തിൽ ഒരു ആഗ്രഹവുമില്ല, ഭൗതികമായിട്ട് ആഗ്രഹങ്ങളൊന്നുമില്ല. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് യഥാർത്ഥ സന്യാസി, നിത്യസന്യാസി എന്ന് ഭഗവാൻ പറയുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക്, ആ മനോഭാവമുള്ള ഒരു വ്യക്തിക്ക് വളരെ എളുപ്പത്തിൽ മോക്ഷം കിട്ടും എന്നാണ് പറയുന്നത്. നിർദ്ദന്തോഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രപഞ്ചത്തെ, വളരെ ഈസി ആയിട്ട്, സുഖമായിട്ട് ഈ മനോഭാവത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ആരോടും വെറുപ്പില്ലാതെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളും ഒന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സന്യാസി. ആ വ്യക്തിക്ക് വളരെ എളുപ്പത്തിൽ മോക്ഷം കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ വ്യത്യസ്ത മാർഗത്തിലൂടെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാം എന്നാണ് ഭഗവാൻ പറയുന്നത്. സാഖ്യയോഗത്തിലൂടെ, അതായത് ജ്ഞാനമാർഗത്തിലൂടെയും അതെ കർമ്മയോഗത്തിലൂടെയും ഭഗവാന്റെ സേവനത്തിലൂടെയും ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരാം എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് രണ്ടും ഒന്നിലേക്ക് തന്നെയുള്ള വഴിയാണ് എന്ന് പറയുന്നു 5-ാമത്തെ ശ്ലോകത്തിൽ. യത് സാഖ്യേ പ്രാപ്യതേ സ്ഥാനം തത് യോഗൈരഭിഗമ്യതേ ഏകം സാഖ്യം ച യോഗം ച യ പശ്യതി സ പശ്യതി. സാഖ്യയോഗത്തിലൂടെ പോയാലും, അതായത് ജ്ഞാനമാർഗത്തിലൂടെ പോയാലും, കർമ്മയോഗത്തിലൂടെ പോയി കഴിഞ്ഞാലും അവസാനം എന്ത് ചെയ്യണം? ഭഗവാനെ കുറിച്ച് അറിഞ്ഞ് ഭഗവാന്റെ സേവനത്തിലേക്ക് എത്തിച്ചേരണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അല്ലാതെ വെറുതെ സന്യാസം സ്വീകരിച്ചത് കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടുള്ള പരിപൂർണതയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. നേരത്തെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇവിടെ വീണ്ടും ഭഗവാൻ പറയുന്നുണ്ട് 6-ാമത്തെ ശ്ലോകത്തിൽ. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തും അയോഗ്യത. ഒരു വ്യക്തി ഞാൻ എല്ലാം ഉപേക്ഷിക്കുകയാണ്, ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞ് ഭൗതിക കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോയാലും ആ വ്യക്തിക്ക് യഥാർത്ഥ സമാധാനം, സംതൃപ്തി ലഭിക്കുന്നില്ല. കാരണം എന്താണ്? അദ്ദേഹം ഭഗവാന്റെ സേവനത്തിലേക്ക് വരുന്നില്ല. അയോഗ്യത, ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല, ഭഗവാനുമായിട്ട് ബന്ധപ്പെടുന്നില്ല. ഭഗവാനുമായിട്ട് ബന്ധപ്പെടാതെ യഥാർത്ഥ സംതൃപ്തി അനുഭവിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് കർമ്മം ഉപേക്ഷിച്ചത് കൊണ്ട് മാത്രം പൂർണ്ണത നേടാൻ സാധിക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. യോഗയുക്തോ മുനിർ ബ്രഹ്മ നച്ചിരേണാദി ഗച്ഛതി. എന്നാൽ ഭക്തനാണെങ്കിലോ, യോഗയുക്തൻ, ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള വ്യക്തിയാണെങ്കിലോ, നച്ചിരേണാദി ഗച്ഛതി, വളരെ ഈസി ആയിട്ട് മോക്ഷമാർഗത്തിലേക്ക് എത്തിച്ചേരും. അല്ലെങ്കിൽ കർമ്മബന്ധങ്ങളിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ആ വ്യക്തിക്ക് മോചനം നേടാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ വെറുതെ സന്യാസം സ്വീകരിക്കുന്നതിനേക്കാൾ ഭഗവാന്റെ സേവനം ചെയ്യുന്നതാണ് കൂടുതൽ ശ്രേയസ്കരം എന്ന് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അങ്ങനെ ഭഗവാനുമായി ബന്ധപ്പെട്ട് ഭഗവാന്റെ സേവനം ചെയ്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഒരു വ്യക്തിക്ക് ഹൃദയ ശുദ്ധീകരണം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഹൃദയ ശുദ്ധീകരണം ഉണ്ടാകും, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും സാധിക്കും. ഇന്ദ്രിയങ്ങളെ സ്വാഭാവികമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കും. വലിയ കഠിന പ്രയത്നമൊന്നുമില്ലാതെ, വലിയ വലിയ തപസ്സൊന്നും ചെയ്യാതെ എന്ത് ചെയ്താൽ മതി? യോഗയുക്തോ വിശുദ്ധാത്മ. യോഗയുക്തോ, ഭഗവാനുമായിട്ട് ചേർന്ന് നിൽക്കണം, ഭഗവാന്റെ ആഗ്രഹം അനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയെയാണ് യോഗയുക്തൻ എന്ന് പറയുന്നത്. പരമാത്മാവിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് യോഗയുക്തൻ. അങ്ങനെ പ്രവർത്തിക്കുന്നവനാണെങ്കിൽ എന്ത് സംഭവിക്കും? വിശുദ്ധാത്മാ, വളരെ എളുപ്പത്തിൽ ആ വ്യക്തിയുടെ ഹൃദയം ശുദ്ധമാണ്. വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ, അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങളും വളരെ എളുപ്പത്തിൽ നിയന്ത്രിക്കപ്പെടും. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങൾ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അല്ലെ, അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് ഇന്ദ്രിയങ്ങൾ വളരെ എളുപ്പത്തിൽ നിയന്ത്രിക്കപ്പെടും. അദ്ദേഹത്തിന്റെ നാക്ക് ഭഗവാന്റെ പ്രസാദം കഴിക്കാനും ഭഗവാന്റെ നാമം ജപിക്കാനും ഭഗവാന്റെ കീർത്തി വ്യാപിപ്പിക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കും. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ സ്വാഭാവികമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ചെവി ഭഗവാനെ കുറിച്ച് കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള രൂപം കാണുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അദ്ദേഹത്തിന്റെ കൈകൾ ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള രൂപം അലങ്കരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും
ഇന്ദ്രിയ നിയന്ത്രണം ഉണ്ടാകും എന്നാണ് പറയുന്നത്. വളരെ എളുപ്പത്തിൽ ഇന്ദ്രിയ നിയന്ത്രണം ഉണ്ടാകും എന്ന് പറയും. അങ്ങനെ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന വ്യക്തി മുക്താത്മാവാണെങ്കിൽ പോലും അദ്ദേഹം സ്വാഭാവികമായിട്ട് ശരീരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അർജുനനുണ്ടായൊരു സംശയം എന്താണ്? ഭഗവാനെ കുറിച്ച് അറിഞ്ഞ് മുക്തി നേടിക്കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് വേണ്ടി ഒന്നും പ്രവർത്തിക്കാൻ കഴിയില്ല എന്നാണ് വിചാരിച്ചത്. മുക്തനായി കഴിഞ്ഞാൽ പിന്നെ ശരീരം ഉപേക്ഷിച്ച് പോകേണ്ടി വരും, അല്ലെങ്കിൽ മരിച്ചു പോകേണ്ടി വരും, അല്ലെങ്കിൽ ശരീരത്തിന് വേണ്ടി ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിൽ എത്തിപ്പോകും എന്നൊക്കെയാണ് അർജുനൻ തെറ്റായിട്ട് വിചാരിച്ചത്. പക്ഷെ ഭഗവാൻ ഇവിടെ പറഞ്ഞു, ആ മുക്താവസ്ഥയിലും ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം സ്വീകരിച്ചു കഴിഞ്ഞാലും ആ വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്? ശരീരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവൃത്തികളും സ്വാഭാവികമായിട്ടും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. 8-9 ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നത്. കർമ്മം ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിത് പശ്യൻ ശൃണ്ണൻ സ്പൃശൻ ജിഗ്രൻ അസ്നൻ ഗച്ഛൻ സ്വമൻ ശ്വസൻ. ഭഗവാൻ എല്ലാം എടുത്തെടുത്ത് പറയുന്നു. സാധാരണ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ അപ്പോഴും മുക്തനായതിനു ശേഷവും നടക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് സാധാരണ മുക്തിയെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൃശൻ ജിഗ്രൻ അസ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസർജൻ ഗൃണ്ണൻ ഉന്മിഷൻ നിമിഷൻ നബി ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാര. ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും, അതൊന്നും തടസ്സപ്പെടുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. പക്ഷേ എങ്ങനെയാണ് ആ വ്യക്തി ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്? ഇന്ദ്രിയങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഇന്ദ്രിയ തൃപ്തിക്ക് യാതൊരു ആഗ്രഹവുമില്ലാതെയാണ് ശാരീരിക പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ബ്രഹ്മണ്യാധായ കർമാണി സംഘം തെക്വാ കരോഗ്യ ലിപ്യതേ നസപാപേന പത്മപത്രം വിഭാവസ. ഒരു മുക്തി നേടിയ വ്യക്തി പ്രവർത്തിക്കുന്നതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. ബ്രഹ്മണ്യാധായ കർമാണി, പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ സേവനമായിട്ട് അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട്, ബ്രഹ്മണ്യാധായ, ബ്രഹ്മത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് മുഴുവൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തില്ല? കർമ്മബലത്തിൽ ആസക്തിയില്ല. കർമ്മബലത്തിന് വേണ്ടിയിട്ടല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നത്, ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കർമ്മബലത്തിൽ നിന്നും വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തിന് മുക്തനാകാൻ സാധിക്കും. കർമാണി സംഘം തെക്വാ കരോഗ്യ, കർമ്മബലത്തിൽ ആസക്തി അദ്ദേഹത്തിന് ഇല്ല. ഇങ്ങനെ പ്രവർത്തിച്ചു പോന്നു കഴിഞ്ഞാൽ ഈ പ്രവർത്തനത്തിന് യാതൊരു പാപഫലവും ഇല്ല എന്നാണ് പറയുന്നത്. ഭഗവാന്റെ സേവനമായിട്ട് എന്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാലും അതിന് പുണ്യപാപങ്ങളില്ല. അർജുന സംശയം ഉണ്ടായിരുന്നു, ഞാൻ യുദ്ധം ചെയ്യുന്നത് വലിയ പാപമാണ്, അഹോപത മഹത്പാപം കർത്തും വിവസിതാവയം, ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? വലിയ പാപം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സ്വജനങ്ങളെ കൊന്നു കഴിഞ്ഞാൽ വലിയ പാപമാണ് എന്നൊക്കെ അർജുനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ യുദ്ധം ഭഗവാന്റെ നിർദ്ദേശപ്രകാരമായതുകൊണ്ട് അതിന് പുണ്യമോ പാപമോ ഇല്ല. ഭഗവാന്റെ സേവനമായിട്ട് എന്ത് പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാലും അതിന് യാതൊരു പാപബലവും ഇല്ല എന്നിവിടെ ഭഗവാൻ പറയുന്നു. ലിപ്യതേ നസ പാപേന പത്മപത്രം ഇവാംബസ. ഒരു താമര വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് നനയുന്നില്ല. അതേപോലെ ഭഗവാന് വേണ്ടി ചെയ്യുന്ന സേവന കർമ്മങ്ങൾ പുണ്യങ്ങളാലോ പാപങ്ങളാലോ ബന്ധിക്കപ്പെടുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാന്റെ സേവനം പുണ്യപാപങ്ങളാൽ ബന്ധിക്കപ്പെടുന്ന കർമ്മമല്ല എന്ന് പറയും. അതുകൊണ്ട് ഒരു ഭക്തൻ അല്ലെങ്കിൽ യോഗി എങ്ങനെ പ്രവർത്തിക്കും? തന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഭഗവാന്റെ സേവനമായിട്ട് ആത്മശുദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ആയേന മനസാ ബുദ്ധ്യ കേവലൈർ ഇന്ദ്രിയൈരവി യോഗിന കർമ്മ കുർവന്തി സംഘം തെക്വാത്മ ശുദ്ധയേ. അപ്പോൾ ഒരു യോഗി അല്ലെങ്കിൽ ഭക്തൻ, ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയും എന്ത് ചെയ്യുന്നുണ്ട്? കർമ്മം ചെയ്യുന്നുണ്ട്. കർമ്മം ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്, കർമ്മം ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യുന്നത്? ആത്മശുദ്ധയെ, ആത്മാവിന്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യുന്നത്. എങ്ങനെയാണ് കർമ്മം ചെയ്യുന്നത്? ബ്രഹ്മണ്യാധായ കർമാണി, ആ പരമപുരുഷനായിട്ടുള്ള പരബ്രഹ്മത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ടാണ് എല്ലാവിധ കർമ്മം ചെയ്യുന്നത്. എന്തുകൊണ്ടൊക്കെ കർമ്മം ചെയ്യുന്നു? കായേന മനസാ ബുദ്ധ്യ കേവലൈർ ഇന്ദ്രിയേരതി,
ശരീരം കൊണ്ട് കർമ്മം ചെയ്യുന്നു, മനസ്സുകൊണ്ട് കർമ്മം ചെയ്യുന്നു, ബുദ്ധി കൊണ്ട് കർമ്മം ചെയ്യുന്നു, ഇന്ദ്രിയങ്ങൾ കൊണ്ടൊക്കെ കർമ്മം ചെയ്യുന്നുണ്ട്. അപ്പോൾ അർജുനന്റെ തെറ്റിദ്ധാരണ എന്തായിരുന്നു? ഭഗവാന്റെ ജ്ഞാനം സ്വീകരിച്ച് മുക്തനായി കഴിഞ്ഞാൽ പിന്നെ കർമ്മമില്ല എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. പക്ഷെ ഇവിടെ ഭഗവാൻ പറയുന്നു, ജ്ഞാനത്തിലും ജ്ഞാനം ആർജിച്ചതിന് ശേഷം എന്തുണ്ട്? ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെ കർമ്മമുണ്ട്, ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരെ കർമ്മമുണ്ട്. ആ കർമ്മങ്ങളൊക്കെ എന്തിലേക്ക് നയിക്കുന്നതാണ്? ആത്മശുദ്ധിയിലേക്ക് നയിക്കുന്നതാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ, കർമ്മഫലത്തിന് വേണ്ടി അല്ലാതെ ആത്മശുദ്ധിക്ക് വേണ്ടി കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി ഒരിക്കലും കർമ്മഫലങ്ങൾ ബന്ധിക്കുന്നില്ല എന്ന് 12ാമത്തെ ശ്ലോകത്തിൽ പറയും. യുക്ത കർമ്മഫലം തിക്ത ശാന്തിമാപ്നോതി നൈഷ്ഠി. അങ്ങനെ കർമ്മം ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്ക് വളരെയധികം ശാന്തി അനുഭവപ്പെടും, അല്ലെങ്കിൽ സമാധാനം അനുഭവപ്പെടും എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല, എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള ഫലം കിട്ടാൻ വേണ്ടിയിട്ടല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. അതിന്റെ ഫലം എപ്പോഴെങ്കിലും ഭഗവാൻ തന്നോളും, അല്ലെങ്കിൽ ഭഗവാൻ തൃപ്തനായിട്ട് എന്റെ കാര്യം നോക്കിക്കൊള്ളും എന്നുള്ള ബോധ്യത്തിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും കിട്ടണം എന്ന് ആഗ്രഹമില്ല. പക്ഷേ അങ്ങനെയല്ലാതെ, ഭഗവാന് വേണ്ടി അല്ലാതെ, ഭഗവാന് സമർപ്പിക്കാതെ കർമ്മഫലത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ കർമ്മഫലത്തിൽ കുടുങ്ങിപ്പോകും എന്നാണ് 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബദ്ധ്യത. ഭഗവാന് സമർപ്പിക്കാതെ എനിക്ക് എന്തെങ്കിലും നേടണം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ആ കർമ്മഫലത്തിൽ അദ്ദേഹം കുടുങ്ങിപ്പോകും. അല്ലെ, കർമ്മഫലം കിട്ടിയാലും കർമ്മഫലം കിട്ടിയില്ലെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ച് അദ്ദേഹം അതിൽ കുടുങ്ങിപ്പോകും. പക്ഷേ ഭക്തൻ അങ്ങനെ കുടുങ്ങിപ്പോകുന്നില്ല, അല്ലെങ്കിൽ യുക്തനായിട്ടുള്ള ഒരു വ്യക്തി അങ്ങനെ കുടുങ്ങിപ്പോകുന്നില്ല. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അത് ഭഗവാന്റെ ഇച്ഛ എന്ന് വിചാരിച്ച് സമാധാനമായിട്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. തുടർച്ചയായിട്ട് ഭഗവാന്റെ സേവനത്തിനെ ചെയ്യാൻ സാധിക്കും. കാരണം അദ്ദേഹം കർമ്മഫലത്തിന് വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നത്. അങ്ങനെ സുഖമായിട്ട് ഈ ശരീരത്തിൽ തന്നെ മുക്തനായിട്ട് ഒരു വ്യക്തിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും എന്നാണ് 13ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കർമ്മഫലങ്ങളൊക്കെ അദ്ദേഹം മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സേവന കർമ്മം തുടർച്ചയായിട്ട് ചെയ്യാൻ സാധിക്കും. അതിനാരും തടസ്സപ്പെടുത്താൻ സാധിക്കില്ല. സർവകർമാണി മനസ്സാ സന്യസാസ്തേ സുഖം വശി നവദ്വാരേ പുരേദേഹി നൈവകുർവൻ കാരേന. ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ എല്ലാവിധ കർമ്മഫലങ്ങളെയും മനസ്സുകൊണ്ട് ഉപേക്ഷിച്ച് ഭഗവാന്റെ സേവനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എല്ലാവിധ സുഖവും ഉണ്ടാകും, ശാന്തിയും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ കർമ്മങ്ങളെ കുറിച്ചുള്ള സംശയം ഉണ്ടാകുന്നത് അജ്ഞാനത്തിൽ നിന്നാണ് എന്ന് ഭഗവാൻ അതിനുശേഷം പറയുന്നത്. അജ്ഞാനം കൊണ്ടാണ് എങ്ങനെയാണ് ഭഗവാന്റെ സേവനം ചെയ്യേണ്ടതെന്നും ഭഗവാന്റെ സേവനം ചെയ്യുന്നത് കൊണ്ട് മാത്രം എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നും ബോധ്യം ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അജ്ഞാനത്താൽ മോഹിതരായത് കൊണ്ടാണ്. ഭഗവാൻ എന്നെ സംരക്ഷിക്കും എന്നുള്ള ജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് മറ്റു പല കർമ്മഫലങ്ങളിലും ഒരു വ്യക്തി കുടുങ്ങിപ്പോകുന്നത് എന്ന് 15ാമത്തെ ശ്ലോകത്തിൽ പറയും. നാദത്തെ കസ്യചിത് പാപം ന ചൈവ സുഹൃതം വിഭു അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഖ്യന്തി ജന്മ. അജ്ഞാനം കൊണ്ടാണ് ഭഗവത് സേവനം വിട്ട ഒരു വ്യക്തി സാധാരണ കർമ്മങ്ങളിലേക്ക് പോകുന്നത് എന്ന് പറയും. പക്ഷെ തിരിച്ചു വീണ്ടും ജ്ഞാനം ലഭിക്കുന്ന സമയത്ത് കർമ്മത്തിനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും, ഒരു ജീവാത്മാവിന്റെ എല്ലാവിധ സംശയങ്ങളും ഇല്ലാതാകും. ആ വ്യക്തിക്ക് വീണ്ടും ഭഗവത് സേവനത്തിലേക്ക് വരാനും സാധിക്കും എന്ന് 16ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ജ്ഞാനേന തു തദജ്ഞാനം യേശാം നാശിതമാത്മന. ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അജ്ഞാനം ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതായിക്കോളും. അല്ലെ, നമ്മൾ റൂമിൽ ഒരു ലൈറ്റിന്റെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ വെളിച്ചം വരും, ഓട്ടോമാറ്റിക്കായിട്ട് ഇരുട്ട് പോയിക്കോളും. ഇരുട്ടിനെ പിന്നെ പറഞ്ഞേക്കേണ്ട ആവശ്യമില്ല. പ്രകാശം വരുന്ന സമയത്ത് ഇരുട്ട് പോകുന്നത് പോലെ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അജ്ഞാനം ഇല്ലാതാകും. യേശാം ആദിത്യവജ്ഞാനം പ്രകാശേവി തത്പരം. ആ സമയത്ത് കർമ്മങ്ങളെ കുറിച്ചുള്ള എല്ലാവിധ സംശയങ്ങളും ഒരു വ്യക്തിക്ക് ഇല്ലാതാകും എന്നാണ് പറയുന്നത്. അങ്ങനെ കർമ്മങ്ങളെ കുറിച്ചുള്ള സംശയം ഇല്ലാതാകുന്ന സമയത്ത് ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ഭഗവാനിൽ വിശ്വാസം ഉണ്ടാകും. പൂർണ്ണമായിട്ടും ഭഗവാനിൽ വിശ്വാസം ഉണ്ടാകുന്ന സമയത്ത് ആ വ്യക്തി എല്ലാം ഭഗവാന് സമർപ്പിക്കും എന്നാണ്
17ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. തദ്ബുദ്ധയ തദാത്മാന തന്നിഷ്ഠ തത്പരായണ ഗച്ഛന്തി അപുനരാവർത്തി ജ്ഞാനനിർധൂത കൽമഷ. ഭഗവാനെ കുറിച്ച് ജ്ഞാനം കിട്ടുന്ന സമയത്ത് ആ വ്യക്തി തന്റെ ബുദ്ധിയും തന്റെ വിശ്വാസവും തന്റെ മനസ്സും തന്റെ ആശ്രയവും എല്ലാം ഭഗവാനാണ്. തന്റെ ബുദ്ധിയും മനസ്സും എല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രവർത്തിച്ചു പോന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഗച്ഛന്തി അപുനരാവർത്തി. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക്, പ്രവർത്തിക്കാതിരിക്കുന്ന ഒരു വ്യക്തിക്കല്ല, അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തില്ല? പുനരാവർത്തി ഇല്ല എന്നാണ് പറയുന്നത്. ഗച്ഛന്തി അപുനരാവർത്തി. ആ വ്യക്തിക്ക് അപുനരാവർത്തി കിട്ടും. അപുനരാവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ജന്മമൃത്യു ജരാവ്യാധി ചക്രങ്ങളിൽ പോകേണ്ട ആവശ്യമില്ല. അതിനാണ് പുനരാവർത്തി എന്ന് പറയുന്നത്. പുനരാവർത്തി ഇല്ലാതാകും. അപുനരാവർത്തി മോക്ഷം ലഭിക്കും എന്നാണ് പറയുന്നത്. ഈ ജ്ഞാനം ലഭിച്ചതിന്റെ ഒരു ലക്ഷണം ഭഗവാൻ പറയുന്നുണ്ട്. പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം, എല്ലാവരും ഭഗവാന്റെ അംശമാണ് എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ മനോഭാവം, ആ വ്യക്തിയുടെ ലക്ഷണം എന്താണ് എന്ന് 18ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിചൈവ ശുഭാഗേച പണ്ഡിത സമദർശന. യഥാർത്ഥ ജ്ഞാനം ലഭിച്ച ഒരു വ്യക്തി സമദർശിയായിരിക്കും എന്നാണ് പറയുന്നത്. അവർക്ക് ശത്രുക്കളോ മിത്രങ്ങളോ എന്നുള്ള ഭേദമൊന്നും ഉണ്ടാവില്ല. അവരെങ്ങനെയാണ് എല്ലാവരെയും കുറിച്ചും ചിന്തിക്കുന്നത്? എല്ലാവരും ഭഗവാന്റെ അംശമാണ്. ഭഗവാൻ അങ്ങനെ പറയുന്നുണ്ട് അല്ലെ? മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന. എല്ലാവരും എന്റെ മക്കളാണ്, എല്ലാവരും എന്റെ അംശമാണ് എന്ന് പറയും. ആ ഒരു നിലവാരത്തിൽ യഥാർത്ഥ ജ്ഞാനം ലഭിച്ച വ്യക്തിക്ക് എല്ലാവരെയും കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. മനുഷ്യരെ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളെയും. ശുനി ചെയ്വ ശുഭാഗേച്ച പണ്ഡിത സമദർശന. ബ്രാഹ്മണെ ഗവി ഹസ്തിനി, ഒരു ബ്രാഹ്മണനെ, അതേപോലെ ഗവി ഒരു പശുവിനെ, ഹസ്തിനി ഒരു ആനയെ, ശുനി ചൈവ ഒരു നായയെ, ഒരു ശുഭാഗേച്ച നായമാംസം ഭക്ഷിക്കുന്നവനെ, ഇങ്ങനെ എല്ലാവരും ഭഗവാന്റെ അംശം തന്നെയാണ്. അവർ വ്യത്യസ്ത ശരീരങ്ങളിൽ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിലുള്ള ആത്മാവ് ഒരേപോലെ തന്നെയാണ് എന്ന് ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കും? വിദ്യാ വിനയസമ്പന്നയെ ബ്രാഹ്മണയെ ഗവിഹസ്തിനി. യഥാർത്ഥ വിദ്യ ലഭിച്ച, യഥാർത്ഥ ജ്ഞാനം ലഭിച്ച വിനയസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിക്ക്. അപ്പൊ വിനയം ജ്ഞാനം ലഭിക്കുന്നതിന് ഒരു യോഗ്യതയായിട്ട് ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ? അമാനിത്വം, വിനയമുള്ളവനാണ് യഥാർത്ഥ ജ്ഞാനം ലഭിക്കുന്നത്. ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് കേട്ടറിയണമെങ്കിൽ എന്ത് വേണം? വിനയം വേണം. വിനയത്തോടു കൂടി കേൾക്കുന്ന സമയത്ത് നമ്മൾക്ക് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അല്ലെ? അല്ലാതെ തർക്ക രീതിയിൽ ഇദ്ദേഹം എന്താണ് പറയുന്നത്, ഇതിനേക്കാൾ ജ്ഞാനം എനിക്കുണ്ടല്ലോ എന്നുള്ള മനോഭാവത്തോടു കൂടി കേൾക്കുന്ന സമയത്ത് നമുക്ക് യഥാർത്ഥ ജ്ഞാനം ഉദിക്കുന്നില്ല. യഥാർത്ഥ ജ്ഞാനം ഉദിച്ച ഒരു വ്യക്തി സമദർശിയായിരിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. പണ്ഡിത സമദർശിന എന്നാണ് പറയുന്നത്. അവർ ജനന മരണ അവസ്ഥയെ വിജയിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പുനരാവൃത്തി ഇല്ല. അവർക്ക് പിന്നീട് മരിക്കേണ്ട ആവശ്യമില്ല. ഇത് അവസാനത്തെ മരണമാണ്. പിന്നീട് ജനന മരണ ചക്രങ്ങളിൽ പോകേണ്ട ആവശ്യമില്ല എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഇഹൈവ തൈർ ജിതസർഗോ. ആ വ്യക്തി എന്തിനെ ജയിച്ചു കഴിഞ്ഞു? സർഗത്തെ. സർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിചക്രം. ബ്രഹ്മാവ് അടുത്ത സൃഷ്ടി നടത്തുന്ന സമയത്ത് ആ വ്യക്തിക്ക് ജനിക്കേണ്ട ആവശ്യമില്ല. ആ സർഗപ്രക്രിയയെ ജയിച്ചു കഴിഞ്ഞു. ഇഹൈവ തൈർ ജിതസർഗോ യേഷാം സാമ്യേ സ്ഥിതം മന. ആ വ്യക്തിക്ക് എല്ലാ സമയത്തും സമാധാനമായിട്ട് തന്നെ ഇരിക്കാൻ സാധിക്കും. നിർദോഷം ഹി സമബ്രഹ്മ തസ്മാത് ബ്രഹ്മണീതേ സ്ഥിതം. ആ വ്യക്തി ബ്രഹ്മത്തെ പോലെ ശുദ്ധനാണ് എന്ന് പറയും. അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും ബ്രഹ്മത്തെ പോലെ തന്നെ ശുദ്ധമായിട്ടുള്ള പ്രവൃത്തികളായിരിക്കും എന്നാണ് പറയുന്നത്. മറ്റൊരു ലക്ഷണം, ജ്ഞാനം ആർജിച്ച വ്യക്തിയുടെ മറ്റൊരു ലക്ഷണം ഭഗവാൻ 20ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ നോദ്വിജേത് പ്രാപ്യ ചാപ്രിയം സ്ഥിരബുദ്ധിർ അസമ്മൂഢോ ബ്രഹ്മവിദ് ബ്രഹ്മണി പിതാ. ഭഗവാനിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഭൗതികമായിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടായി കഴിഞ്ഞാൽ ആ വ്യക്തി അത്യധികമായിട്ട് ആഹ്ലാദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അത്യധികമായിട്ടുള്ള ആഹ്ലാദം. ഓ, എനിക്കിത് കിട്ടി, എനിക്കൊരു കാർ കിട്ടി, എനിക്കൊരു വീട് കിട്ടി എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി അത്യധികമായിട്ട് ആഹ്ലാദിക്കുന്നില്ല. കിട്ടി, ഭഗവാന്റെ ഇച്ഛയാൽ കിട്ടി. ഒന്നുകിൽ എന്റെ പൂർവ്വജന്മ കർമ്മത്തിന്റെ ഫലമായിരിക്കാം, അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹമായിരിക്കാം. എന്തായാലും അത് കിട്ടി.
എന്നുള്ള രീതിയിൽ ഒരേ ബുദ്ധിയോടുകൂടി സ്വീകരിക്കാൻ സാധിക്കും. ഇനി എന്തെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ, നോദ്വിജേത് പ്രാപ്യ ചാപ്രിയം, എന്തെങ്കിലും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്രിയമായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും ആ വ്യക്തി എന്ത് ചെയ്യുന്നില്ല, നോദ്വിജേത്, അതിനെക്കുറിച്ച് ദുഃഖിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സുഖത്തിലും ദുഃഖത്തിലും ഒരേ അവസ്ഥയിൽ നിൽക്കാൻ യഥാർത്ഥ ജ്ഞാനം ലഭിച്ച ഒരു വ്യക്തിക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. അവസ്ഥ, സ്ഥിരബുദ്ധി, അതിനെയാണ് ഭഗവാൻ സ്ഥിരബുദ്ധി എന്ന് പറയുന്നത്. സുഖത്തിലും ദുഃഖത്തിലും ഒരേപോലെ നിൽക്കാൻ സാധിക്കുന്ന വ്യക്തിയായിരിക്കും യഥാർത്ഥ ജ്ഞാനം ലഭിച്ചിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. യഥാർത്ഥ ജ്ഞാനം ലഭിച്ച വ്യക്തിയുടെ മറ്റൊരു ലക്ഷണമാണ് ഭഗവാൻ പറയുന്നത്. ഇനി വേറൊരു കാര്യം എന്താണ് പറയുന്നത്? ബാഹ്യസ്പർശേഷു അസക്താത്മാ വിന്ദന്ത്യാത്മനിയത് സുഖം സ ബ്രഹ്മയോഗയുക്താത്മാ സുഖം അക്ഷയം അശ്നുതേ. ഈ വ്യക്തിക്ക്, ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ലഭിച്ച വ്യക്തിക്ക് എവിടെ നിന്നാണ് സുഖം ലഭിക്കുന്നത്? ആ വ്യക്തിക്ക് ഉള്ളിൽ നിന്നാണ് സുഖം ലഭിക്കുന്നത് എന്നാണ് പറയുന്നത്. വിന്ദന്ത്യാത്മനിയത് സുഖം, ഉള്ളിൽ നിന്ന് തന്നെയാണ് ആ വ്യക്തിക്ക് സുഖം ലഭിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് പുറമേയുള്ള സുഖത്തിനെ കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഉള്ളിൽ നിന്ന് ഭഗവാനുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് യഥാർത്ഥ സുഖം അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ദ്രിയ സുഖങ്ങളിൽ അദ്ദേഹം രമിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ബാഹ്യസ്പർശേഷു അസക്താത്മാ, ഇന്ദ്രിയ സുഖങ്ങളിൽ അദ്ദേഹം അനാസക്തനായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? അദ്ദേഹത്തിന് അറിയാം പുറമേയുള്ള സുഖങ്ങൾ ദുഃഖത്തിന്റെ കാരണമാണ് എന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. 22ാമത്തെ ശ്ലോകത്തിൽ അതാണ് പറയുന്നത്. യേഹി സംസ്പർശജാഭോഗ ദുഃഖയോനേ ഏവതേ ആദ്യന്തവന്ത കൗന്ദേയ നതേഷു രമതേ ബുധ. യേഹി സംസ്പർശജാഭോഗ, ഇന്ദ്രിയങ്ങളിലൂടെ ഉണ്ടാകുന്ന സുഖം വളരെ താൽക്കാലികമാണ്, അത് ദുഃഖത്തിന്റെ കാരണമാണ് എന്നാണ് പറയുന്നത്. ഒരു വ്യക്തി ദുഃഖിച്ചിരിക്കാൻ ആ വ്യക്തിക്ക് ഉത്കണ്ഠ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഇദ്ദേഹം ഇന്ദ്രിയ സംതൃപ്തിയിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ്. എത്രത്തോളം ഒരു വ്യക്തി ഇന്ദ്രിയ സംതൃപ്തനത്തിൽ ഏർപ്പെടുന്നു അത്രത്തോളം ആ വ്യക്തിക്ക് ദുഃഖങ്ങളും ക്ലേശങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരും. കാരണം എന്താണ്? യഹി സംസ്പർശജാഭോഗ ദുഃഖയോനയ ഏവതേ, ദുഃഖത്തിന്റെ കാരണം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് എന്ന് ഈ വ്യക്തിക്കറിയാം. ജ്ഞാനം ലഭിച്ച അല്ലെങ്കിൽ ബുദ്ധി ലഭിച്ച വ്യക്തിക്കറിയാം. ബുദ്ധ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ബുദ്ധിയുള്ളവൻ. അതുകൊണ്ട് ആ ബുദ്ധിയുള്ള വ്യക്തി എന്ത് ചെയ്യുന്നില്ല? രമതേ ബുധ, ആ ഇന്ദ്രിയ വിഷയങ്ങളിൽ അദ്ദേഹം രമിക്കുന്നില്ല, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഏതൊരു വ്യക്തിയാണോ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്, ഇന്ദ്രിയ വിഷയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത്, ആ വ്യക്തിക്ക് ഈ ശരീരത്തിൽ തന്നെ സുഖമായിട്ടിരിക്കാൻ സാധിക്കുമെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ശക്നോ ദീഹൈവയോടും പ്രാക്ഷരീര വിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സ യുക്ത സ സുഖീനര. സുഖമായിട്ടിരിക്കുന്ന വ്യക്തി, സുഖം അനുഭവിക്കുന്ന വ്യക്തി ആരാണ്? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവനാണ് എന്നാണ് പറയുന്നത്. ഇന്ദ്രിയ സംതൃപ്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയെല്ലാം സുഖമായിട്ടിരിക്കുന്നത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ്. കാമക്രോധോദ്ഭവം വേഗം, കാമക്രോധങ്ങളെ നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥ സുഖം അനുഭവിക്കുന്നത്. ആ വ്യക്തിക്ക് സന്തോഷം അനുഭവിക്കാനും സാധിക്കും എന്ന് പറയും. കാരണം എന്താണ്? ആ വ്യക്തിക്ക് ഉള്ളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്ക് ഉള്ളിൽ നിന്ന് സുഖം അനുഭവിക്കാൻ സാധിക്കും. ഇന്ദ്രിയങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഉള്ളിൽ നിന്ന് ഒരിക്കലും സുഖം അനുഭവിക്കാൻ സാധിക്കില്ല. അവർക്ക് അസ്വസ്ഥതയാണ് ഉണ്ടാകുന്നത്. ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസ ഉച്ചത. ഭഗവാൻ പറയുന്നത് ഭോഗൈശ്വര പ്രസക്താനം തയ അപഹൃത ചേതസ വ്യവസായാത്മിക ബുദ്ധി സമാധൗ ന വിധീയതേ. ആ വ്യക്തിക്ക് സമാധാനം പോലും ഉണ്ടാവില്ല. ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഉള്ളിൽ സമാധാനം അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ഇവിടെ പറയുന്നു, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്ക് ഉള്ളിൽ നിന്നും സുഖം അനുഭവിക്കാൻ സാധിക്കും. യോ അന്തസുഖോ അന്തരാരാമ തദാന്തർജ്യോതിരേപയ സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മബോധോ അധിഗച്ഛതി. ആ വ്യക്തിക്ക് ഉള്ളിൽ നിന്ന് സുഖം ലഭിക്കും. ഉള്ളിൽ തന്നെയാണ് അദ്ദേഹം ആനന്ദം അനുഭവിക്കുന്നത്. ഉള്ളിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിന് ജ്ഞാനവും ലഭിക്കുന്നത്. അന്തർജ്യോതിരേപയ സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മബോധോ അധിഗച്ഛതി. ഈ ഒരു അവസ്ഥയിലെത്തിയ ഒരു വ്യക്തി തീർച്ചയായിട്ടും
മരണാനന്തരം പരമപദം പ്രാപിക്കും. ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ ഉള്ള യോഗ്യത അദ്ദേഹത്തിന് നേടിക്കഴിഞ്ഞു എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ അവസ്ഥയൊക്കെ ലഭിക്കുന്നതിന് ഉണ്ടാകേണ്ട ജ്ഞാനം എന്താണ് എന്ന് ഭഗവാൻ അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഏത് ജ്ഞാനത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഒരു വ്യക്തിക്ക് ഈ അവസ്ഥയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത്? ഭഗവാനെ കുറിച്ചുള്ള 3 കാര്യങ്ങൾ ഒരു വ്യക്തി മനസ്സിലാക്കണം, മനസ്സിൽ ബോധ്യപ്പെടണം എന്നാണ് പറയുന്നത്. ആ വ്യക്തിക്ക് കാലക്രമേണ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേരാൻ സാധിക്കും. എന്തൊക്കെയാണ് ഭഗവാനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങൾ? അത് 29ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട്. ഭോക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി. ഒരു വ്യക്തിക്ക് യഥാർത്ഥ ജ്ഞാനം, യഥാർത്ഥ ശാന്തി ലഭിക്കുന്നത് എപ്പോഴാണ്? ഭഗവാനെ കുറിച്ചുള്ള 3 തത്വങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ്. എന്താണ് ഭഗവാനെ കുറിച്ച് 3 തത്വങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഭോക്താറാം യജ്ഞതപസാം, എല്ലാ യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ആസ്വാദകൻ, അന്തിമമായിട്ടുള്ള ആസ്വാദകൻ ആരാണ്? ഭഗവാൻ തന്നെയാണ്. ജ്ഞാത്വാ മാം, മാം എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് ഞാനാണ്, ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പറയുന്നത്. അപ്പോൾ അത് ഞാനാണ് എന്ന് മനസ്സിലാക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. എല്ലാ യജ്ഞങ്ങളും തപസ്സുകളും ഒക്കെ ആർക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്? പരമപുരുഷനായിട്ടുള്ള ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്. കാരണം ഭഗവാനാണ് ഭോക്താവ്. അത് സ്വീകരിക്കുന്ന വ്യക്തി, അത് ആസ്വദിക്കുന്ന വ്യക്തി പരമപുരുഷനായിട്ടുള്ള ഭഗവാനാണ്. ഭഗവാനാണ് യജ്ഞപുരുഷൻ എന്ന് ഒരു വ്യക്തി മനസ്സിലാക്കിയിരിക്കണം. അത് 1ാമത്തെ പോയിന്റാണ്. 2ാമതായിട്ട് എന്ത് മനസ്സിലാക്കിയിരിക്കണം? സർവലോക മഹേശ്വരം. ഓരോ ലോകത്തിനും ഓരോ ഈശ്വരന്മാരുണ്ടാവും, അല്ലെ? ചന്ദ്രലോകത്തിൽ ചന്ദ്രന്റെ ഈശ്വരനായിട്ടുണ്ടാവും, സൂര്യലോകത്തിൽ സൂര്യനായിരിക്കും ഈശ്വരൻ, ഇന്ദ്രലോകത്തിൽ ഇന്ദ്രനായിരിക്കും ഈശ്വരൻ, വരുണലോകത്തിൽ വരുണനായിരിക്കും ഈശ്വരൻ, മഹേശധാമത്തിൽ മഹാദേവനായിരിക്കും ഈശ്വരൻ, അല്ലെ? ദേവീധാമത്തിൽ ദേവിയായിരിക്കും ഈശ്വരി. ഇങ്ങനെ വ്യത്യസ്ത ലോകങ്ങളിൽ വ്യത്യസ്ത ഈശ്വരന്മാരും നിയന്താക്കളും ഒക്കെ ഉണ്ട്. പക്ഷേ യഥാർത്ഥ ഈശ്വരൻ, എല്ലാ ലോകങ്ങളുടെയും ഈശ്വരൻ, ഓരോ ലോകത്തിനും വ്യത്യസ്ത നിയന്ത്രണ ദേവന്മാരുണ്ടെങ്കിൽ പോലും എല്ലാത്തിന്റെയും പരമ ഈശ്വരനായിട്ടിരിക്കുന്നത് ആരാണ്? അത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്നുള്ള സത്യം അറിഞ്ഞിരിക്കണം. സർവലോക മഹേശ്വരം, അതാണ് ബ്രഹ്മാവ് ബ്രഹ്മസംഹിതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുന്നത്. ഈശ്വര പരമ കൃഷ്ണ, പരമമായിട്ടുള്ള ഈശ്വരൻ ആരാണ്? കൃഷ്ണനാണ്. സർവലോക മഹേശ്വരം എന്ന് 2ാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. 3ാമതായിട്ട് എന്താ അറിഞ്ഞിരിക്കണം? സുഹൃതം സർവഭൂതാനം, അദ്ദേഹം എല്ലാവരുടെയും സുഹൃത്താണ്. ആ ജീവജാലങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ ഭഗവാൻ പ്രവർത്തിക്കുന്നത്. ഭഗവാൻ എന്റെ സുഹൃത്താണ്, അതുകൊണ്ട് ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഭഗവാൻ എനിക്കെതിരായിട്ടല്ല പ്രവർത്തിക്കുന്നത്, ഭഗവാൻ എന്നെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഇരിക്കുന്നത്, ഭഗവാൻ എന്നെ രക്ഷിക്കുന്ന വ്യക്തിയാണ് എന്നും അറിഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാനെ കുറിച്ച് ഈ 3 തത്വങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകും. ആ വ്യക്തിക്ക് ശാന്തി, യഥാർത്ഥ ശാന്തിയും ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം സ്വീകരിച്ചു കഴിഞ്ഞാലും പ്രവർത്തനമുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞു. ആ പ്രവർത്തനങ്ങളുടെ നിലവാരത്തെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു. ഭഗവാനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് അവസാനമായിട്ട് പറഞ്ഞത് 3 കാര്യങ്ങൾ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കണം. ഭോക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി പൃച്ഛതി. ഇങ്ങനെ ഭഗവാനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് യഥാർത്ഥ ശാന്തി ഉണ്ടാകും എന്നാണ് ഭഗവാൻ ഇവിടെ പ്രഖ്യാപിക്കുന്നത്. ഇനി അടുത്ത അധ്യായത്തിൽ ക്രമേണ ഭഗവാൻ ഇന്ദ്രിയ നിയന്ത്രണത്തിന്റെ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ദ്രിയ നിയന്ത്രണം ചെയ്താലാണ് ഒരു വ്യക്തിക്ക് സമാധാനം അനുഭവിക്കാൻ സാധിക്കുന്നത്. ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെയാണ് ഒരു വ്യക്തിക്ക് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് എങ്ങനെയാണ് ഇന്ദ്രിയ നിയന്ത്രണം ചെയ്യേണ്ടത് എന്ന് അടുത്ത അധ്യായത്തിൽ ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഹരേ കൃഷ്ണ. ഇപ്പോൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ അധ്യായത്തിലെ ശ്ലോകം വായിക്കാം. സംശയമൊന്നുമില്ലെങ്കിൽ നമുക്ക് ശ്ലോകം വായിക്കാം. ആരാണ് വായിക്കുന്നത്? ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഗീത മാതാജി വായിച്ചു.